മണി 4:35. ഇനിയും സംസാരിക്കുന്നത് ശരിയല്ല എന്നറിയാം. അതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. ഞാൻ 1973 ഇവിടെ 73 ഇവിടെ MA-ക്ക് ചേരുന്നത്. അപ്പോഴാണ് വേണു സാർ ഇവിടെ അധ്യാപകനായിട്ട് വരുന്നത്. കാരശ്ശേരി മാഷക്കും എനിക്കും കിട്ടിയൊരു സൗഭാഗ്യം, മാഷ ശിഷ്യനായിത്തീരുകയും അതോടൊപ്പം മാഷ കൂടെ പ്രവർത്തിക്കാൻ ഇടവരികയും ചെയ്തു എന്നുള്ളതാണ്. ഏതാണ്ട് 11 വർഷം ഞാൻ മാഷയുടെ കൂടെ ഈ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തിരുന്നു. ഞാനിപ്പോൾ എനിക്കാരായിരുന്നു അക്കാദമിക തലത്തിലായാലും അല്ലെങ്കിലും ആരായിരുന്നു വേണു മാഷ്, ഞാൻ വേണു മാഷ് എന്നേ പറയാറുള്ളൂ, സാറൊന്നും ചേർക്കാറില്ല. അത് അഴീക്കോട് മാഷ് എന്നാണ് പറയാറ്. ഞാൻ വിലയിരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ എൻ്റെ അക്കാദമിക ജീവിതം, നമുക്കൊക്കെ അതല്ലേ ഉള്ളൂ ജീവിതം, അതിൽ വഴികാട്ടിയായി പലപ്പോഴും നിയാമകമായി തീർന്നത് വേണു സാറാണ്. ഇപ്പോൾ അഴീക്കോട് മാഷ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, പ്രഗത്ഭരായ ആളുകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എഴുത്തച്ഛ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്, MM വിജയൻ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്, ഉത്തനായർ മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്, അങ്ങനെ പലരും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ നയിച്ചത്, അക്കാദമികമായി നയിച്ചത് വേണു സാറാണ്, അല്ലെങ്കിൽ വേണു മാഷാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന സാമൂഹ്യശാസ്ത്രത്തിൻ്റെ മേഖലയിൽ, അല്ലെങ്കിൽ സാമൂഹ്യശാസ്ത്രത്തിലെ ഏറ്റവും പ്രബലമായ ഒരു വിഷയമായിരുന്നല്ലോ ഭാഷാശാസ്ത്രം. അതാണ് ഒരു കാലത്ത് നമ്മുടെ എല്ലാ ശാഖകളെയും, സാമൂഹ്യശാസ്ത്ര ശാഖകളെയും നിയന്ത്രിച്ചിരുന്നത്. അതിലുള്ള അഗാധമായ പാണ്ഡിത്യവും വീക്ഷണവിശേഷവുമാണ് ഒരുപക്ഷെ നമ്മളിപ്പോൾ പോസ്റ്റ് മോഡേൺ, ഉത്തരാധുനിക കാലത്തൊക്കെ പറയാറുള്ള പാഠങ്ങളെക്കുറിച്ചൊക്കെ പറയും. എല്ലാ പാഠങ്ങളും തുല്യമാണ്, അങ്ങനെ ശുദ്ധപാഠമില്ല എന്നൊക്കെ പറയും. അത് ഉത്തരാധുനികതയുടെ കാലത്താണ് അത്തരം ശക്തമായ ആശയങ്ങൾ മുന്നോട്ട് വരുന്നത്. പക്ഷേ അതിനു മുമ്പ്, എത്രയോ മുമ്പ്, 73-75 കാലത്ത് ഞങ്ങളുടെ ക്ലാസ് മുറികളിൽ തെറ്റുകളില്ല എന്ന് ബോധ്യപ്പെടുത്തിയത് വേണു സാറാണ്. അതുകൊണ്ട് തെറ്റുതിരുത്തുക എന്ന് പറയുന്ന, സാധാരണഗതിയിൽ പറയുമല്ലോ, വിളക്ക് എന്ന് പറയുന്നതാണോ വിളക്കാണോ വിളക്കാണോ ശരി എന്ന്, തിരഞ്ഞെടുപ്പാണോ ശരി, അങ്ങനെ ശരികളില്ല, ശരികളേ ഉള്ളൂ, തെറ്റുകളില്ല എന്ന് ഡിസ്ക്രിപ്റ്റീവ് ഭാഷാശാസ്ത്രത്തിൻ്റെ, വിവരണാത്മക ഭാഷാശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വെളിച്ചത്തിൽ അത്തരമൊരു വെളിച്ചം തന്നത് വേണുമാഷാണ്. ആ വെളിച്ചമാണ് ഒരു പക്ഷേ എന്നെ മറ്റൊരു മേഖലയിലേക്ക് നയിക്കുകയും അതിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, അത് വേറെ കാര്യമാണ്. ഫോക്ലോറിൽ ഫോക്ലോറാണല്ലോ എൻ്റെ ഒരു മേഖല. അതിൽ മറ്റൊരു ചാലിലേക്ക് എനിക്ക് പോകാൻ സാധിച്ചത് ഈ ഭാഷാശാസ്ത്രത്തിൻ്റെ സഹായത്തോടുകൂടിയാണ്. അത് പിന്നെ വിപുലപ്പെടുത്താൻ ഞാൻ 2-3 വർഷക്കാലം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടായിരുന്നു, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ ലാംഗ്വേജസിലുണ്ടായിരുന്നു. അങ്ങനെ ആ മേഖലയിലൂടെയാണ് ഞാൻ ഫോക്ലോർ എന്ന് പറയുന്ന വിഷയത്തെ എനിക്ക് വിപുലപ്പെടുത്താൻ സാധിച്ചത്. അതുമാത്രമല്ല, വേണു സാറ് എന്തായിരുന്നു എന്ന്, എനിക്കെന്തായിരുന്നു എന്ന് ഞാൻ ഇപ്പോൾ എല്ലാ കാലത്തും എൻ്റെ മനസ്സിലെന്തായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പ്രസിദ്ധീകരിക്കാൻ അച്ചടി നടന്നുകൊണ്ടിരിക്കുന്നൊരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മാഷ് മരിക്കുന്നതിന് മുമ്പെയാണ് പറഞ്ഞത്. ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകത്തിൻ്റെ അവതാരിക വേണുമാഷ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം എഴുതിയ അവസാനത്തെ
അവതാരിക എന്നല്ല, വളരെ ഗൗരവമുള്ള എഴുത്ത് ഇതിൻ്റെ അവതാരികയുമാണ്. അത് പ്രസിദ്ധീകരിച്ചു വന്നില്ല. ഞാൻ ഇതിൽ വളരെ കാര്യമായി പറഞ്ഞ കാരശ്ശേരി മാഷും ഇവരും ഒക്കെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, അക്കാദമികമായ കാര്യത്തിൽ വളരെ വ്യക്തവും ശക്തവുമായ രീതിയിൽ മുഖം നോക്കാതെ നമ്മൾ പറയും വളരെ ഇതൊക്കെയാണെന്ന്, പക്ഷെ മുഖം നോക്കാതെ പറയും. അത് നമുക്കെന്ത് തോന്നും എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാൾ, ഞാൻ മാഷോട് അങ്ങനെയാണ് പറഞ്ഞത് ഈ പുസ്തകം, കാരണം ലെവി സ്ട്രോസിനെ കുറിച്ചാണ് പുസ്തകം വരുന്നത്. ലെവി സ്ട്രോസിനെ മനസ്സിലാവാൻ കഴിയുന്ന ഒരാൾ എന്നുള്ളത് എനിക്ക് തോന്നിയത് മാഷുടെ മേഖല അല്ലെങ്കിൽ പോലും ഞാൻ എഴുതിയത്, ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ട് ഒരുപാട് തെറ്റുകൾ ഉണ്ടാവുമെന്നും ആ തെറ്റുകൾ ഞാൻ പലപ്പോഴും വേണു സാറെ വിളിച്ച് ചോദിക്കാറുമുണ്ട്. ആ പുസ്തകത്തിൻ്റെ 2 പേരോടാണ് ഞാൻ ആ പുസ്തകത്തിൻ്റെ തലക്കെട്ടെന്ത് കൊടുക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ആശയം വന്നപ്പോൾ ഒന്ന് വേണു സാറോടും ഒന്ന് നാരായണൻ നമ്പൂരി മാഷോടുമാണ് ചോദിച്ചത്. ലെവി സ്ട്രോസിനൊരു ഭാഷ്യം, കാരണം എനിക്ക് ലെവി സ്ട്രോസിനെ കുറിച്ച് പൂർണ്ണമായ അറിവില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമുള്ളത് കൊണ്ട് അത് വായിച്ചാൽ മനസ്സിലാവുകയും അത് തുറന്നെഴുതാൻ, അവതാരികയിൽ എഴുതാൻ മനസ്സ് കാണിക്കുകയും ചെയ്യുന്ന ഒരാൾ വേണം അവതാരിക എഴുതാൻ എന്നുള്ളത് കൊണ്ടാണ് അത് വേണുമാഷിനെ ഞാൻ ഏൽപ്പിച്ചത്. അതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ലേശം ക്രൂരമായിട്ട് തന്നെയാണ് ചിലപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളത്. എം വി ശങ്കുണ്ണി നായരുടെ വൈലോപ്പള്ളിയെക്കുറിച്ചുള്ള ഒരു കാര്യം പറഞ്ഞിട്ട്, വയൽവരമ്പിലെ ഞണ്ടിൻ്റെ ഗതി, ആ ഞണ്ടിൻ്റെ ഓർമ്മ ഉണർത്തിക്കൊണ്ടാണ് ഈ പുസ്തകത്തിനുണ്ടാകുന്ന ഗതി എന്തായിരിക്കും എന്ന് മാഷ് സൂചിപ്പിച്ചത്. ശങ്കുണ്ണി നായരുടെ ആശയങ്ങൾക്ക് എന്താണ് സംഭവിച്ചു പോയത്, അത് ഈ പുസ്തകത്തിനും സംഭവിക്കാം എന്നുള്ള ഒരു വളരെ ലളിതം എന്നൊന്നും പറഞ്ഞുകൂടാ, വളരെ ഇതായിട്ടുള്ള ചെറിയൊരു അവതാരികയാണ്. ഒരു 6-7 പേജേ ഉള്ളൂ. അങ്ങനെയുള്ള എങ്ങനെയാണ് അക്കാദമികമായ കാര്യത്തിൽ സത്യസന്ധമായിട്ട് സംസാരിക്കുക, എല്ലാം തുറന്ന് പറയുന്ന സ്വഭാവമുള്ള ആളുകളാണ്. അത്തരം ആളുകൾ നമുക്കെല്ലാവരും ഇപ്പോൾ ബടായി പറയുക അല്ലെങ്കിൽ സുഖിപ്പിക്കാൻ എന്താണ് പറയുക എന്നുള്ളതാണ്. അതല്ലാതെ സത്യസന്ധമായി പറയാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. ഞാൻ അങ്ങനെ അവതാരിക എഴുതുന്നത് കണിശമായിട്ട് എഴുതണമെന്ന് പറഞ്ഞ് കണിശമായി തന്നെ അതിനെ വിമർശിച്ചുകൊണ്ട്, ചില ഭാഗങ്ങൾ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വളരെ സന്തോഷമുള്ള ഒരു കാര്യവുമാണത്. അത് വേണു സാർക്കേ സാധിക്കുള്ളൂ. അതുകൊണ്ട് വേണു മാഷ് മറ്റു പലതുമാണ് എനിക്കും. ഞാൻ ഒരു കാര്യം കൂടി, ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ അതിൻ്റെ കഥയൊന്നും വിവരിക്കുന്നില്ല. എത്തിയത് വേണു സാറുടെ നിർബന്ധവും വേണു സാറുടെ പ്രേരണയും മൂലമാണ്, അല്ലെങ്കിൽ ബുദ്ധിപൂർവമായ ഒരു ഉപദേശം ഞാൻ സ്വീകരിച്ചത് കൊണ്ടാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ വിഷമാവും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്നോട് പറഞ്ഞത്, ഞാനന്ന് 75 വിട്ടിട്ട് ഞാൻ 89 പിന്നെ വരുന്നത്. ആ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ഞാൻ റീഡറുടെ പോസ്റ്റാണ്, കാരണം ഞാൻ ലെക്ചറായിട്ടാണ് ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, 5-8 കൊല്ലത്തെ സർവീസും ഉണ്ട്. എന്നോട് പറഞ്ഞു, റീഡറായിട്ട് അപ്ലൈ ചെയ്താൽ പോരാ, 2 ആപ്ലിക്കേഷൻ ഫോം വാങ്ങണം, ഒന്ന് ലെക്ചറും ചെയ്യണം, അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നെന്നോട് പറഞ്ഞു. ബാക്കി കാര്യം ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി. 2ഉം ഞാൻ അപ്ലൈ ചെയ്തു. എന്നെ ഒഴിവാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എന്നെ റീഡറായിട്ട് അപ്പോയിൻ്റ് ചെയ്തു. അതിൻ്റെ പിന്നാമ്പുറം പറയേണ്ട കാര്യമില്ല. ഇത് വേണു സാർ മനസ്സിലാക്കുകയും സംഭവിക്കാൻ പോകുന്ന കാര്യം വേണു സാർ മനസ്സിലാക്കുകയും രാഘവൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടാവണം, അതുകൊണ്ട് 2 ആപ്ലിക്കേഷൻ ഫോം വായിക്കോളൂ എന്നെന്നോട് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായത്. ഇങ്ങനെ വളരെ ഒരുപാട് ബന്ധങ്ങളുടെ കഥകൾ നമുക്കുണ്ട്. ഇതൊക്കെ പറയാനുള്ള അവസരമല്ല, വളരെ വൈകി. അതുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഓർമ്മകൾ മാത്രം ഇങ്ങനെ ബാക്കിയാവട്ടെ. നമുക്കൊക്കെ എത്രയും ഓർമ്മകളേ ഉള്ളൂ.
ഇവിടെ രാജലക്ഷ്മിയും ആദരിയും കണ്ണൻ്റെ മകനും ഒക്കെ ഇരിക്കുന്നുണ്ട്. അവരുടെ വേദന, അവരുടെ ഓർമ്മകൾ, ആ ഓർമ്മകൾക്ക് മുമ്പിലും നമ്മുടെ ഓർമ്മകൾ ഒന്നുമല്ല. അത് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.